വാഴ്ത്തുമേശുനാഥനെ തൻ കൃപകളോർത്തെന്നും താഴ്ത്തുന്നെന്നെ നിൻ സവിധേ നന്ദിയോടെ നിത്യവും താഴ്ത്തുന്നെന്നെ നിൻ സവിധേ നന്ദിയോടെ നിത്യവും വാഴ്ത്തുമേശുനാഥനെ. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. 73-ാം സങ്കീർത്തനം 28-ാം വാക്യമാണ്. ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഇത്. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു ഭക്തൻ, ആ ഭക്തന്റെ ആഗ്രഹം നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ എൻ്റെ കർത്താവിനെ സങ്കേതമാക്കിയിരിക്കുന്നു. അതെ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ് എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തോട് അടുത്തിരിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹം എപ്രകാരമാണ് സഫലമായിത്തീരുന്നത്? പാപനിമിത്തം ദൈവത്തിൽ അകന്നുപോയവരാണ് മനുഷ്യവർഗം മുഴുവൻ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. പാപികളായ മനുഷ്യവർഗത്തിന് പരിശുദ്ധനായ ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയുന്നതല്ല. എന്നാൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കപ്പെട്ടിരിക്കുന്നതിനാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് വേണ്ടി ജീവനുള്ള പുതുവഴി തുറക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനത്തിനുള്ള ആ അനുവാദം ലഭിച്ചിരിക്കുകയാണ്. ഏതൊരു പാപിക്കും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയും. ആ നിലയിലുള്ള ആഹ്വാനമാണ് നമുക്ക് തിരുവെഴുത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. നമുക്ക് ആശ്വാസം ലഭിക്കുവാൻ, നമുക്ക് സന്തോഷം ലഭിക്കുവാൻ, ദൈവസന്നിധിയിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ അവിടെ തൽസമയത്ത് കൃപകൾ പ്രാപിപ്പാനും കരുണ ലഭിപ്പാനുമായി നാം കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്തു വരിക. ഇവിടെ കൃപാസനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശെക്കൈന വസിക്കുന്ന അതിപരിശുദ്ധ സ്ഥലമാണ്. ന്യായപ്രമാണ യുഗം നാം പരിശോധിച്ച് നോക്കിയാൽ ഇസ്രയേൽ ജനത്തിന് ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിച്ചറിയുവാൻ ആദ്യം മരുഭൂമി യാത്രയിൽ സമാഗമന കൂടാരവും അതിനുശേഷം യെരൂശലേം ദേവാലയവും അവർക്ക് ലഭ്യമായിരുന്നു. സമാഗമന കൂടാരത്തിൻ്റെ ഏതാണ്ട് അതേ മാതൃകയിൽ തന്നെയാണ് യെരൂശലേം ദേവാലയം പണി കഴിപ്പിച്ചിരുന്നത്. ആ ദേവാലയത്തിൽ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലമുണ്ട്. സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയുന്നത് പ്രാകാരത്തിൽ മാത്രമാണ്. എന്നാൽ പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലത്ത് യാഗങ്ങൾ അർപ്പിക്കുവാനും വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ ചെയ്യുവാനുമുള്ള അവസരമുണ്ട്. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് സാധാരണ ജനങ്ങൾക്കോ പുരോഹിതന്മാർക്കോ പ്രവേശനമില്ല. അവിടേക്ക് പ്രവേശനം ലഭിക്കുന്നത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമാണ്. മഹാപുരോഹിതൻ മാത്രം ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്ന സ്ഥാനമാണ് അതിപരിശുദ്ധ സ്ഥലം. ആ അതിപരിശുദ്ധ സ്ഥലത്താണ് കൃപാസനം ഇരിക്കുന്നത്. ആ കൃപാസനത്തോട് അടുക്കുവാൻ പാപികളായ യാതൊരു മനുഷ്യർക്കും സാധ്യമല്ല. അവർ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സമീപത്തേക്ക് വളരെ ഭയത്തോടും വളരെ വിശുദ്ധിയോടും കൂടെ കടന്നു ചെല്ലുന്നില്ല എങ്കിൽ അതിൻ്റെതായിരിക്കുന്ന ശിക്ഷ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്, മരിച്ചു വീഴുവാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ സന്നിധാനം അത്ര ശ്രേഷ്ഠമേറിയതാണ്, അത്ര പരിശുദ്ധമായിട്ടുള്ളതാണ്. എന്നാൽ മഹാപുരോഹിതൻ അവിടേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം താൻ ആദ്യം സ്വന്തം പാപങ്ങൾക്ക് പരിഹാരം വരുത്തണം, അതിനുശേഷം ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം വരുത്തണം. അവിടെ അർപ്പിക്കപ്പെട്ട ഒരു കോലാട്ടുകൊറ്റൻ്റെ രക്തം തളികയിൽ ശേഖരിച്ചുകൊണ്ട് മഹാപുരോഹിതൻ ആ രക്തവുമായി കൃപാസനത്തിലേക്ക്, അതായത് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ രക്തം കൃപാസനത്തിന്മേൽ തളിക്കപ്പെടുകയാണ്. അങ്ങനെ വർഷത്തിലൊരിക്കൽ ഇസ്രയേൽ ജനത്തിൻ്റെ മുഴുവൻ പാപത്തിന് പരിഹാരം ലഭിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോൾ ദൈവാലയത്തിലെ തിരശീല മേൽതൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി എന്ന് നാം വായിക്കുന്നു.
കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് അത്ഭുതങ്ങൾ പലതും നടക്കുന്നുണ്ട്, തിരുവെഴുത്തുകൾ പലതും നിവൃത്തിയാകുന്നുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. വളരെ കട്ടിയുള്ള തിരശീല ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ആ തിരശീല മേൽതൊട്ടടിയോളം രണ്ടായി ചിന്തപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ മാനുഷികമായൊരു പ്രവൃത്തിയല്ല സംഭവിച്ചിരിക്കുന്നത്, പിന്നെയോ ദൈവികമായൊരു പ്രവൃത്തിയാണ് സംഭവിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തി നിമിത്തം ഇതാ ന്യായപ്രമാണ യുഗത്തിന് അന്തം സംഭവിച്ചിരിക്കുകയാണ്. ന്യായപ്രമാണത്തിലെ വ്യവസ്ഥയനുസരിച്ച് ലേവ്യ പുസ്തകത്തിൽ മഹാപുരോഹിതൻ വസ്ത്രം കീറരുത് എന്ന് വ്യവസ്ഥയുണ്ട്. അത് തൻ്റെ ശുശ്രൂഷയോടുള്ള അവഹേളനമാണ്, ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. യേശു കർത്താവിനെ മഹാപുരോഹിതൻ ചോദ്യം ചെയ്യുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യം, നീ വന്ധ്യനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്നാണ്. ഞാൻ ആകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറയുമ്പോൾ മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറി എന്ന് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 63-ാം വാക്യത്തിൽ വായിക്കുന്നു. ഇവിടെ മഹാപുരോഹിതൻ വസ്ത്രം കീറുന്നു. മാത്രമല്ല, യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വെടിയുമ്പോൾ ദേവാലയത്തിലെ തിരശീല മേൽതൊട്ടടിയോളം രണ്ടായി ചിന്തപ്പെടുകയാണ്. പ്രിയരെ, ഇവിടെ വലിയൊരു സംഭവം നടക്കുകയാണ്. ന്യായപ്രമാണ യുഗം അവസാനിക്കുക, കൃപായുഗം ആരംഭിക്കുകയാണ്. ആ പുതിയൊരു യുഗത്തിൻ്റെ പിറവി ഇവിടെ സംഭവിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയിൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം ലഭിച്ചിരിക്കുകയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എബ്രായലേഖനം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപികൾ എന്നുള്ള നിലയിൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ധാരാളമായ പ്രവേശനം ലഭിക്കത്തക്ക നിലയിൽ ഇതാ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തീർത്തിരിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തി എന്നാണ് നാം വായിക്കുന്നത്. കർത്താവായ യേശു തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തിയപ്പോൾ തൻ്റെ മാർവിൽ നിന്ന് ഒഴുകപ്പെട്ട ആ രക്തം ചിന്തിയ ആ മാർഗമാണ് നമുക്ക് യേശു കർത്താവിലൂടെ ഇവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആപാദചൂടം രക്തം ഒഴുകുന്ന അവസ്ഥയിൽ തൻ്റെ ശരീരം മുഴുവൻ മുറിവുകളാൽ ഇതാ കൈകാലുകളിൽ തറയ്ക്കപ്പെട്ട ആണികൾ, ആ ആണിപ്പാടുകളിൽ നിന്നൊഴുകുന്ന രക്തം, ശിരസിൽ താഞ്ഞു തറയ്ക്കപ്പെട്ട മുൾക്കിരീടം, ആ മുൾക്കിരീടം തലയോട് കിഴിച്ചിറങ്ങിയപ്പോൾ ആ തലയോട്ടിയിൽ നിന്ന് ബഹിർഗമിക്കുന്ന രക്തം, മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ആ പ്രാണവേദനയിൽ പിടയുമ്പോൾ ഒരു പടയാളി കുന്തം കൊണ്ട് തന്റെ മാർവിൽ കുത്തുന്നു. ആ മാർവ് പിളർന്നൊഴുകിയ രക്തം ചിന്തിയതിനാൽ പ്രിയരെ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തീർത്തിരിക്കുകയാണ്. ഇവിടെ പഴയ നിയമ പൗരോഹിത്യത്തിന് മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. പഴയ നിയമ ശുശ്രൂഷകൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇനി ജനത്തെ അയ്മേനിയെന്നോ തിരുമേനിയെന്നോ രണ്ടായി തിരിച്ച് ഒരു ശുശ്രൂഷയുടെ ആവശ്യമില്ലാതെ വണ്ണം മഹാപുരോഹിതൻ വസ്ത്രം കീറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ദേവാലയത്തിലെ തിരശീല മേൽതൊട്ടടിയോളം രണ്ടായി ചിന്തപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ആ ജീവനുള്ള പുതുവഴിയിലൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ധൈര്യത്തോടെ പ്രവേശനത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തത്സമയത്ത് കരുണ ലഭിപ്പാനും സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹീത പ്രവേശനത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു വഴി ഇല്ല എന്ന് വിചാരിച്ച് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതാ ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ തുറക്കപ്പെട്ട പുതുവഴി, നമുക്ക് വേണ്ടി ചീന്തപ്പെട്ട തിരശീല, തൻ്റെ ദേഹമെന്ന തിരശീല, നമുക്ക് വേണ്ടി കാൽവറിയിൽ ചിന്തിയ രക്തം, നമുക്ക് ആ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന് വഴി തുറക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് കൃപാസനത്തിലേക്ക് അടുത്തു വരാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇന്നും ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ അവിടുന്ന് കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ ദേഹമെന്ന തിരശീല രണ്ടായി ചീന്തിയത് കൊണ്ട്
ഞങ്ങൾക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിനുള്ള പുതുവഴി തുറക്കപ്പെട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ പ്രവേശനത്തിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു ജീവമാർഗം